ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ജാവ സ്വിങ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്വിങ്. സോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഷെയർ ചെയ്തതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ്, യൂസർ ഇൻ്റർഫേസ് ജാവയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. യൂസർ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ അതിൽ ഇവൻ്റ് ഹാൻഡ്ലേഴ്സ് എന്താണ്, കാര്യങ്ങൾ, ഈവൻ ലിസണർ എന്താണ്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സോ ഏതൊരു ഇൻ്റർഫേസിനെയും അതിന് നമുക്ക് ഒരു യൂസറിന് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു യൂസറിന് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഇൻ്റർഫേസിലെ കമ്പോണൻസിനെ എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഓക്കെ, സോ ഹൗ വി ക്യാൻ ഇൻ്ററാക്ട്. അപ്പോൾ യൂസർ എന്ന് പറയുന്ന ആൾ ആ ഇൻ്റർഫേസിനെ ഇൻ്ററാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ബട്ടൺ ക്ലിക്ക് വഴിയായിരിക്കും, ചിലപ്പോൾ ഡ്രാഗ് ചെയ്യുന്നത് വഴിയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഐറ്റംസ് സെലക്ട് ചെയ്യുന്നത് വഴിയായിരിക്കും. സോ depending upon the components, the user will choose the way of interaction. Okay, so അതിനു വേണ്ടി നമ്മുടെ ജാവ പ്രൊവൈഡ് ചെയ്തിരുന്ന ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു API ആണ് അബ്സ്ട്രാക്റ്റ് വിൻഡോയിങ് ടൂൾ കിറ്റ്. അബ്സ്ട്രാക്റ്റ് വിൻഡോയിങ് ടൂൾ കിറ്റ് എന്നോ അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് എന്നോ പറയാം. അതാണ് AWT. അതിനേക്കാളും കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ എക്ലിപ്സിലും അതുപോലുള്ള എല്ലാ ടൂൾസിലും അവൈലബിൾ ആയിട്ടുള്ള IDEസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു API ആണ് സ്വിങ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സസ്. നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ് എന്ത് സ്വിങ് എന്ന് പറയുന്നത്. സോ അതെന്തിനാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വിൻഡോ ബേസ്ഡ് ആപ്ലിക്കേഷൻ. സോ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കി ഒരു വിൻഡോ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വിങ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് AWT. AWTൻ്റെ ടോപ്പിലായിട്ട്, AWT ആയിരുന്നു ആദ്യം നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് ബൈ എക്സ്റ്റെൻഡിങ് സം ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് ബൈ കീപ്പിംഗ് സം ഓഫ് ദ ഫീച്ചേഴ്സ്. ഓക്കെ, സം ഓഫ് ദ ഫീച്ചേഴ്സ് we are extending. ഓക്കെ, സം ഓഫ് ദ ഫീച്ചേഴ്സ് വി ആർ കീപ്പിംഗ് ഇറ്റ് ആസ് ദ സെയിം. അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നത്? സ്വിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻറ്റയർലി റിട്ടൺ ഇൻ ജാവ കോഡ് യൂസ് ചെയ്ത് എൻറ്റയർലി നമ്മൾ ജാവ മാത്രം യൂസ് ചെയ്താണ് ഈ ക്ലാസ്സസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി AWTയിൽ നിന്നും നമ്മുടെ സ്വിങ്ങിനുള്ള രണ്ട് മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസ്. അതായത് നമ്മുടെ AWT എല്ലാ പ്ലാറ്റ്ഫോംസിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, വിൻഡോസിലൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്വിങ് വന്ന് നമുക്ക് ഈവൻ ലിനക്സിലും ബാക്കി മാക്കോയ്സിലും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് ആണ് ജാവ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് സ്വിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസ്. അതായത് ഇനി പഠിക്കും നമ്മുടെ AWT എന്ന് പറഞ്ഞാൽ ഹെവി വെയ്റ്റ് കമ്പോണൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ കോഡിംഗ് ഒക്കെ വളരെ പാടുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ സ്വിങ് വഴി വളരെ ലൈറ്റ് വെയ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്വിങ് ക്ലാസ്സസ് യൂസ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് കോഡിങ്ങിലോട്ട് പോകുമ്പോൾ മനസ്സിലാകാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുള്ള 1-2 ലൈൻസ് കൊണ്ട് നമുക്ക് ഇൻ്റർഫേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ജാവ എക്സ് ഡോട്ട് സ്വിങ് എന്നാണ് നമ്മൾ ആ സ്വിങ് പാക്കേജിന് കൊടുത്തിരിക്കുന്നത്. ഈ പാക്കേജ് നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, ജാവ എക്സ് ഡോട്ട് സ്വിങ്. ഓക്കെ, ആൻഡ് അതിൽ കോമണായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ഓഫ് ദ ക്ലാസ്സസ് ആണ് സ്വിങ് APIയിലെ സം ഓഫ് ദ ക്ലാസ്സസ് ആണ് JButton, ടെക്സ്റ്റ് ഫീൽഡ്. നമ്മുടെ ഈ ബട്ടണും സാധാരണ വെറും ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ് എന്നൊക്കെയായിരുന്നു AWTയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. നമ്മൾ സ്വിങ്ങിൽ വന്നപ്പോഴാണ് JButton, ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് ഏരിയ, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, മെനു, കളർ ചൂസർ എന്നൊക്കെ ആക്കിയത്.
ഓക്കെ. സോ ഇനി വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ഡബ്ല്യു ടി ആൻഡ് സ്വിങ്? ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് എ ഡബ്ല്യു ടി എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ജാവ സ്വിങ് ആയപ്പോൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയി. ഇനി നേരത്തെ പറഞ്ഞു കമ്പോണൻസ് ആ ഹെവി വെയ്റ്റ്, യൂസ് ചെയ്യാനും പാടാണ്. അതിൻ്റെ ആ ക്ലാസ് ഇപ്പം ബട്ടൻ്റെ ക്ലാസ് പോയി നോക്കിയാലും ഇറ്റ് കണ്ടെയ്ൻസ് മോർ കോഡ്. പക്ഷേ ഇവിടെ വന്ന കമ്പോണൻസ് ആ വെരി ലൈറ്റ് വെയ്റ്റ് ആണ്. ഇനി എ ഡബ്ല്യു ടി ഡസൻ സപ്പോർട്ട് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ. അതായത് നമ്മുടെ പഴയ സിസ്റ്റംസൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതിൽ ഇൻ്റർഫേസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീൽ ഗുഡ് തോന്നത്തില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോൺസൊക്കെ നല്ല നമുക്കൊരു നമുക്ക് അത് യൂസ് ചെയ്യുമ്പോഴേ നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് യൂസർ ഇൻ്റർഫേസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്വിങ് വഴി. അതുപോലെ തന്നെ പ്ലഗബിളാണ്. അതായത് ജസ്റ്റ് ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എവിടെയും അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീലാണ്. ഇനി നേരത്തെ പറഞ്ഞ തന്നെ പ്രൊവൈഡ്സ് ലെസ് കമ്പോണൻസ് ദാൻ സ്വിങ്. അതായത് എ ഡബ്ല്യു ടിയിൽ കമ്പോണൻസ് കുറവായിരുന്നു. സ്വിങ്ങിൽ വന്നപ്പോൾ കുറച്ചുകൂടെ പവർഫുൾ മോർ കമ്പോണൻസ് വി ഹാഡ് ആഡഡ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടേബിൾസ്, ലിസ്റ്റ്സ്, സ്ക്രോൾ പെയിൻസ്, കളർ ചൂസർ, ടാബ്ഡ് പെയിൻ പോലുള്ള പുതിയ കമ്പോണൻസ് നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്തു? സ്വിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, മോഡൽ വ്യൂ കൺട്രോളർ. അതിൽ ആ ഒരു കൺട്രോളർ ആ ഒരു മോഡൽ നമ്മുടെ സ്വിങ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ എ ഡബ്ല്യു ടി ഫോളോ ചെയ്യുന്നില്ല. ഈ MVC വെച്ചിട്ട് ആ ഒരു മോഡൽ എന്ന് വെച്ചാൽ അതിൽ ഈ മോഡൽ വ്യൂ കൺട്രോളർ, അതിൽ മോഡൽ എന്ന് വെച്ചാൽ ഡേറ്റയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. കൺട്രോളർ ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ മോഡൽ ആൻഡ് വ്യൂ. അതായത് വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രസൻറ്റേഷൻ. സോ ഹൗ വി ആർ പ്രസൻറ്റിങ് ദ ഡേറ്റ, അതിന് നമ്മൾ ഈ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇൻ്റർഫേസ്, അതിനിടയ്ക്ക് ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിന്ന് ഇറ്റ് വിൽ കൺട്രോൾ. ഓക്കെ. ഇന്ന ഡേറ്റ എന്ന് പറയുന്നത് എങ്ങനെ പ്രസൻ്റ് ആയിരിക്കണം യൂസറിൻ്റെ മുന്നിൽ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കൺട്രോളർ കാണും. സോ അങ്ങനെ ഒരു മോഡലാണ് നമ്മുടെ സ്വിങ് ഫോളോ ചെയ്യുന്നത്. സ്വിങ് അങ്ങനെ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്, മോഡൽ വ്യൂ കൺട്രോളർ. ഇനി ഞാൻ ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞില്ലേ, സെറ്റ് ഓഫ് ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ് സ്വിങ്. സോ ജാവ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ദാറ്റ് ആർ എ സെറ്റ് ഓഫ് GUI കമ്പോണൻസ് വിച്ച് സിംപ്ലിഫൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റ് ഓഫ് GUI കമ്പോണൻസ് ആണ് നമ്മുടെ ഏത് ക്ലാസ്സുകളിലുള്ളത്? ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലുള്ളത്. സോ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള GUI കമ്പോണൻസ് ആണ് ഏതിലുള്ളത്? ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സസിൽ ഉള്ളത്. ഇനി അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ജാവ സ്വിങ്ങിൻ്റെ ക്ലാസ് എങ്ങനെയാണ് അവർ ഹൈറാർക്കി ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ്. ഓക്കെ. സോ നമ്മുടെ മെയിൻ സ്വിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്ലാസ് ആണ്. സോ അതിന് കമ്പോണൻറ്റ് എന്ന് പറയുന്ന സബ് ക്ലാസ് ഉണ്ട്. സബ് ക്ലാസ്സിൽ അതിൽ തന്നെ 2 സബ് ക്ലാസ്, കണ്ടെയ്നർ, ജെ കമ്പോണൻറ്റ്. കണ്ടെയ്നറിൽ വരുന്നതാണ് വിൻഡോ എന്ന് പറയുന്നത്. വിൻഡോയിൻ്റെ ചിൽഡ്രനാണ് ഫ്രെയിമും ഡയലോഗും. കണ്ടെയ്നറിൽ തന്നെ വരുന്ന അനദർ സബ് ക്ലാസ്സാണ് പാനലിലാണ് ശരിക്കും ഈ ആപ്ലെറ്റ്. നിങ്ങളോട് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നു ആപ്ലെറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ, അത് ഈ പാനലിലാണ് വരുന്നത്. ഇനി അടുത്ത കമ്പോണൻറ്റിൽ തന്നെ വരുന്ന മറ്റൊരു സബ് ക്ലാസ്സാണ് ജെ കമ്പോണൻറ്റ്. ആ ജെ കമ്പോണൻറ്റിലാണ് നമ്മുടെ ഏതൊക്കെ വരുന്നത്? ജെ ലേബൽ, ജെ ലിസ്റ്റ്, ജെ ടേബിൾ, ജെ കോംബോ ബോക്സ്, ജെ സ്ലൈഡർ, ജെ മെനു, അബ്സ്ട്രാക്റ്റ് ബട്ടൺ. ഈ അബ്സ്ട്രാക്റ്റ് ബട്ടൺ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ജെ ബട്ടനെയാണ്. ഓക്കെ. ജെ ബട്ടനെ ഇൻഹെറിറ്റ് ചെയ്താണ് അബ്സ്ട്രാക്റ്റ് ബട്ടൺ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ദ കമ്പോണൻറ്റ്, ഈ കമ്പോണൻറ്റ് ക്ലാസ്സിലെ കമ്പോണൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടോ? ഒബ്ജക്റ്റിന് താഴെ കിടക്കുന്ന. ഓക്കെ. കമ്പോണൻറ്റ് ഈസ് ഇൻഹെറിറ്റിംഗ് ദ ഒബ്ജക്റ്റ് ക്ലാസ്.
ഓക്കെ, സോ അതിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? പബ്ലിക് വോയിഡ് ആഡ് കമ്പോണൻസി. അതെന്തിനാണെന്ന് അറിയാമോ? ഒരു കമ്പോണൻറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ക്യാൻ ബി എ ജെ ബട്ടൺ ഓർ ജെ ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ആ വിൻഡോയിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ആഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും. ഇനി പബ്ലിക് വോയിഡ് സെറ്റ് സൈസ് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ സൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എത്ര വിഡ്ത്തും ഇത്ര ഹൈറ്റുമായിട്ട് വേണം നമുക്കൊരു ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്, എങ്കിൽ ആ സൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി പബ്ലിക് വോയിഡ് സെറ്റ് ലേ ഔട്ട് മാനേജർ അതായത് നമുക്ക് ഫുള്ള് ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ലേ ഔട്ട് എന്താണെന്നൊക്കെ പിന്നെ വരുന്ന സെഷൻസിലുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് ഇമേജസ് നിങ്ങളുടെ ഫോണിൽ കിടക്കുമ്പോൾ അതിനെ ഗ്രിഡ് വ്യൂ ആക്കാൻ പറ്റും, ലിസ്റ്റ് വ്യൂ ആക്കാൻ പറ്റും. അതാണ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് മാറ്റി ഓരോ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ലേ ഔട്ട് എന്ന് കൊടുക്കുന്നത്. ഇനി പബ്ലിക് വോയിഡ് സെറ്റ് വിസിബിൾ ബൂളിയൻ ബി സെറ്റ്സ് ദ വിസിബിലിറ്റി ഓഫ് ദ കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് ബൈ ഡിഫോൾട്ട് ഫോൾസ്. അപ്പോൾ ഏതൊരു കമ്പോണൻറ്റ് നമ്മുടെ ഒരു ഫ്രെയിമിന് ഇപ്പം വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഫ്രെയിം ആഡ് ചെയ്തു. ഓക്കെ, ആ ഫ്രെയിമിനകത്താണ് നമ്മളൊരു ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ബട്ടണിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഫ്രെയിമിലേക്ക് ഈ ബട്ടണിനെ ആഡ് ചെയ്തു. എന്നിട്ട് പക്ഷേ ബൈ ഡിഫോൾട്ട് ഈ ബട്ടണിൻ്റെ വിസിബിലിറ്റി എങ്ങനെയായിരിക്കും? ഫോൾസ് ആയിരിക്കും. വി ഷുഡ് മേക്ക് ഇറ്റ് ട്രൂ. സോ നമ്മൾ സെറ്റ് വിസിബിൾ എന്ന് പറയുന്ന ഫങ്ഷൻ വിളിച്ച് നമ്മളതിന് ട്രൂ ആക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അത് വിസിബിൾ ആകത്തുള്ളൂ ആ കമ്പോണൻറ്റ്, ഇല്ലെങ്കിൽ വിസിബിൾ ആകത്തില്ല. ഇനി നമുക്ക് രണ്ട് രീതിയിൽ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒന്നാമത്തത് ബൈ ക്രിയേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ഫ്രെയിം ക്ലാസ്. ജസ്റ്റ് സിംപ്ലി ഫ്രെയിം ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രെയിം ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക ഇൻഹെറിറ്റ് ചെയ്ത വഴി. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ ജാവ സ്വിംഗ് പ്രോഗ്രാം നോക്കാം. ഓക്കെ, സോ ഇത് നോക്കൂ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ഇമ്പോർട്ട് javax.swing.star. എല്ലാ ക്ലാസ്സും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാർ യൂസ് ചെയ്യുന്നത്. പബ്ലിക് ക്ലാസ് ഫസ്റ്റ് സ്വിംഗ് എക്സാമ്പിൾ എന്നാണ് നമ്മൾ പേര് കൊടുത്തിരുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS. ഇതാ നോക്കൂ, ആദ്യം നമ്മളൊരു ഫ്രെയിമിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ജെ ഫ്രെയിം F=new J ഫ്രെയിം. കണ്ടോ എത്ര സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ലൈനോടുകൂടി നമ്മുടെ ഫ്രെയിം അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫ്രെയിമിനകത്ത് നമുക്കൊരു ജെ ബട്ടൺ വേണം. സോ ജെ ബട്ടൺ B=new J ബട്ടൺ. ഇനി ബട്ടണിനകത്ത് എന്തെങ്കിലും എഴുതണമെങ്കിൽ അതാണ് ഡബിൾ കോട്ട്സിനകത്തിട്ട് ക്ലിക്ക് എന്ന് എഴുതുന്നത്. ഓക്കെ, ഇനി ഈ ബട്ടന് നമുക്ക് സൈസ് സെറ്റ് ചെയ്യണം. ഓക്കെ, സോ B.set bounds 130, 100, 140. ഇത് ഓരോന്നും 130 എന്ന് പറയുന്ന എക്സ് ആക്സിസിലെ, അതായത് എക്സ് ആക്സിസിൽ എത്രാമത്തെ പിക്സലിലാണ് ദെൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ദെൻ 100 വൈ ആക്സിസിൽ എത്രാമത്തെ പിക്സലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് നിങ്ങളുടെ സിസ്റ്റം എടുക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്നാണ് എക്സ് ആക്സിസും വൈ ആക്സിസും കൗണ്ട് ചെയ്യേണ്ടത്, താഴെ നിന്നല്ല മുകളിൽ നിന്ന്. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് കോർണറിലുള്ളതായിരിക്കും 00. ഓക്കെ, എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ അപ്പോൾ വലത്തോട്ട് പോകണം, വൈ ആക്സിസ് താഴോട്ട് വരണം. ഇനി അപ്പം സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ ഈ 130, 100 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 130, 100th പിക്സലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. വിഡ്ത്ത് എത്രയാണ്? 100. അപ്പം വൈ ആക്സിസ് താഴോട്ട് 100ഉം വിഡ്ത്ത് എക്സ് ആക്സിസിൽ 100ഉം ഹൈറ്റ് 40. അങ്ങനെ നമ്മൾ ബട്ടൻ്റെ സൈസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ഇവിടെ ചെയ്തേക്കുന്നത്? F.add അവിടെയാണ് ആഡ് ചെയ്ത് എഫ് എന്ന് പറയുന്ന ഫ്രെയിമിലേക്ക് F.add നമ്മൾ എന്തിനെ ആഡ് ചെയ്തു? ബട്ടണിനെ ആഡ് ചെയ്ത് കൊടുത്തു. ആഡിങ് ബട്ടൺ ഇൻ J ഫ്രെയിം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഫ്രെയിമിൻ്റെ സൈസ് എങ്ങനെ? F.set സൈസ് 400, 500, വിഡ്ത്ത് 400ഉം ഹൈറ്റ് 500ഉം എന്ന രീതിയിൽ നമ്മൾ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ലേ ഔട്ട് ഒന്നും കൊടുക്കുന്നില്ല. സോ F.set ലേഔട്ട് നള്ള് കൊടുത്തു.
ഓക്കെ, ഇനി എഫ് ഡോട്ട് സെറ്റ് വിസിബിൾ ട്രൂ ആക്കി, നമ്മൾ ഫ്രെയിമിന് വിസിബിലിറ്റി ട്രൂ ആക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. കണ്ടോ, ഒരു ഫ്രെയിം, അതിനകത്തൊരു ബട്ടൺ, കറക്റ്റ് ആ ലൊക്കേഷനിലൊരു ബട്ടൺ, അതിൽ നമ്മൾ ക്ലിക്ക് എന്നാണ് കൊടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമ്മൾ അസോസിയേഷൻ ഇൻസൈഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാമെന്ന്. സോ ജാവ എക്സ് ഡോട്ട് സിംഗിൾ സ്റ്റാർ സിമ്പിൾ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിനകത്ത് ഒരു ജെ ഫ്രെയിം എഫ് സിംപ്ലി അതിൻ്റെ ഒരു ഇൻസ്റ്റാൻഷ്യേറ്റ് ചെയ്തിട്ടതേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടത് മാത്രമേ ഉള്ളൂ, അല്ല ഒബ്ജക്റ്റിൻ്റെ നെയിം ഡിക്ലെയർ ചെയ്തിട്ടത് മാത്രമേ ഉള്ളൂ എഫ് എന്ന് പറഞ്ഞ്. ദെൻ സിമ്പിൾ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിൻ്റെ അകത്താണ് നമ്മൾ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ബട്ടൻ്റെ സൈസ് സെറ്റ് ചെയ്തു, സെറ്റ് ബൗൺസ് സെറ്റ് ചെയ്തു. ദെൻ ഫ്രെയിമിലേക്ക് നമ്മുടെ ബട്ടണിനെ ആഡ് ചെയ്തു, ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, ലേ ഔട്ട് നള്ളാക്കി വെച്ചു, വിസിബിലിറ്റി ട്രൂ ആക്കി. ദെൻ എന്താണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ ന്യൂ സിമ്പിൾ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ. അപ്പോൾ ഇതെല്ലാം ചെയ്യും. ഓക്കെ, സെയിം തന്നെയാണ്. സോ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇവിടെയും നമ്മൾ ബട്ടൻ്റെ സൈസ് സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് സെറ്റ് ബൗൺസ് എന്ന് പറയുന്ന ഫങ്ഷനാണ്. ഇനി ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് എങ്ങനെയാണ്, ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ പബ്ലിക് ക്ലാസ് സിമ്പിൾ ടു എക്സ്റ്റെൻസ് ജെ ഫ്രെയിം എന്ന് കൊടുക്കുകയുള്ളൂ. അപ്പം ജെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ക്ലാസ് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഒരു ജെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചു, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി വെച്ചു. ദെൻ അതിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ബി ഡോട്ട് ബട്ടൻ്റെ ബൗൺസ് എല്ലാം സെറ്റ് ചെയ്തു. ദെൻ നമ്മൾ എഫ് ഡോട്ട് ആഡ് ബി എന്നാണോ കൊടുത്തത്? അല്ല, ആഡ് ബി എന്ന് കൊടുത്തതേ ഉള്ളൂ, കാരണം ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ബാക്കിയെല്ലാം സെറ്റ് സൈസ് നമ്മുടെ ഫ്രെയിമിനെയാണ് നമ്മൾ സൈസ് സെറ്റ് ചെയ്യുന്നത്, കാരണം അതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇൻഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേ ഔട്ട് നള്ളാക്കി, വിസിബിലിറ്റി ട്രൂ ആക്കി. ഓക്കെ, ദെൻ ജസ്റ്റ് വി സിംപ്ലി കോൾഡ് ദ കൺസ്ട്രക്ടർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനില്ല. കുറച്ച് ഇതിൽ ടെക്സ്റ്റ്, ജെ ബട്ടൺ, ജെ റേഡിയോ ബട്ടൺ, ടെക്സ്റ്റ് ഏരിയ, കോംബോ ബോക്സ്, ടേബിൾ, കളർ ചൂസർ, പ്രോഗ്രസ് ബാർ, സ്ലൈഡർ, പിന്നെ ഗ്രാഫിക്സ് ഇൻ സ്വിങ്, പിന്നെ ഈ പസിൽ ഗെയിം അതൊന്നുമില്ല. പിന്നെ ഈ അവസാനത്തെ ബോർഡർ ലേ ഔട്ട്, ഗ്രിഡ് ലേ ഔട്ട്, ഫ്ലോ ലേ ഔട്ട്, കാർഡ് ലേ ഔട്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞാനിത് ഫുള്ള് ഇരുന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നും ഇങ്ങനെ ആ പ്രോഗ്രാം എടുത്ത് ഇന്നത് ചെയ്യോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകും. അത് അല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോയി, സോറി ഒരു മിനിറ്റ്, ജെ ബട്ടണിലേക്ക് പോയി നിങ്ങൾ ഓരോ ഒന്നിലെയും ജെ ബട്ടൺ എന്താണ്, അതിൽ ഏതൊക്കെ ഫങ്ഷൻസ് ആണുള്ളത്, അതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് പഠിച്ച് പിന്നെ ആക്ഷൻ ലിസണർ വെച്ച് ചെയ്യുന്നതുകൂടെ കാണും. ആക്ഷൻ ലിസണർ എന്താണെന്ന് മനസ്സിലായി, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് ആക്ഷൻ ലിസണർ എന്താണ്, ഒരു ബട്ടൺ ക്ലിക്കിൽ എന്ത് നടക്കണം എന്നാണ് ആക്ഷൻ ലിസണർ ഫങ്ഷൻ വഴി നമ്മൾ എഴുതി കൊടുക്കുന്നത്. സോ ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ നമ്മളൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിലൊരു ടെക്സ്റ്റ് ഫീൽഡ് കണ്ടോ, ടെക്സ്റ്റ് ഫീൽഡ് വെൽക്കം ടു ജാവ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫീൽഡ്, ഒരു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്തു. ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് TF ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ദെൻ TFൻ്റെ ഒരു ബൗണ്ട് സെറ്റ് ചെയ്തു. ദെൻ ഒരു ബട്ടൺ ക്ലിക്ക് ഹിയർ, ബട്ടൻ്റെ ബൗൺസ് സെറ്റ് ചെയ്തു. ദെൻ ആക്ഷൻ ലിസണറിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറയുക, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ പോയിൻ്റ് എന്ന് എഴുതി കാണിക്കണം. ഓക്കെ, സോ അതിനെങ്ങനെ എഴുതി, ബി ഡോട്ട് ആക്ഷൻ ലിസണർ ഓഫ്, ഓക്കെ, ന്യൂ ആക്ഷൻ ലിസണർ ഓഫ്, ദെൻ
ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ എഴുതണം, ഇല്ലെങ്കിൽ തെറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇതൊരു ഈ ആക്ഷൻ ലിസണറിൻ്റെ ഇത്രയും കാണാതെ പഠിച്ച് തന്നെ എഴുതണം. പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, ആക്ഷൻ ഇവൻറ്റ് ഓഫ് ഇ, ദെൻ വീണ്ടും അനദർ ബ്രേസസ് ഓപ്പൺ, tf.text വെൽക്കം ടു ജാവ. എന്താണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റിട്ട്, അപ്പോൾ ഈ ആക്ഷൻ ഇവൻറ്റ് ഓഫ് ഇ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത് നടക്കണം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മുടെ TF എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ അറ്റ് പോയിൻ്റ് എന്ന് എഴുതുക എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം. സോ ജസ്റ്റ് അത്ര ടൈപ്പ് സെറ്റ് ടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ വരും, tf.setText കൊടുക്കുമ്പോൾ അവിടെ വരും. ദെൻ ഈ ആക്ഷൻ ഇവൻറ്റിൻ്റെ അവിടെ ഉള്ള ബ്രേസസ് ക്ലോസ് ചെയ്തു. ദെൻ ആക്ഷൻ ലിസണർ കഴിഞ്ഞിട്ട് കിടക്കുന്ന ബ്രേസസ് ക്ലോസ് ചെയ്തു. ദെൻ ആഡ് ആക്ഷൻ ലിസണറിൻ്റെ ഓപ്പൺ ആ സിമ്പിൾ ബ്രേസസിനെ അതും ക്ലോസ് ചെയ്ത് സെമി കോളൻ ഇടണം. ഇത് ഇത്രയും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ F.add B, ഫ്രെയിമിലേക്ക് നമ്മുടെ ബട്ടണിനെ ആഡ് ചെയ്തു, ടെക്സ്റ്റ് ഫീൽഡിനെ ആഡ് ചെയ്തു, ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, ലേ ഔട്ട് നള്ളാക്കിയിട്ടു, വിസിബിലിറ്റി ട്രൂ ആക്കി. ഓക്കെ, കണ്ടോ, കണ്ടോ. ഇങ്ങനെ ഓരോ പ്രോഗ്രാമായിട്ട് നിങ്ങൾ എടുത്ത് നോക്കി അതിൻ്റെ പ്രോഗ്രാം എഴുതി നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾ എനിക്ക് എന്താണ് അയച്ചു തരാനുള്ളതെന്ന് ഞാൻ പറയാം. നിങ്ങളിത് ഇത്രയും ചെയ്ത് നോക്കണം. ഞാൻ 2 days തരികയാണ് നിങ്ങൾക്ക് സ്വിങ് ഫുള്ള് പഠിക്കാൻ. ഓക്കെ, ഫുള്ള് പഠിച്ചിട്ട് ഡൗട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, അതെന്തിനാണ് മിസ്സേ അങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് ചോദിക്കണം. ഈ ജാവ അറ്റ് പോയിൻറ്റിൽ ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്വിങ്ങിൻ്റെ പോർഷൻ കഴിയും. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ ഇരുന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ല. ഇത് നിങ്ങളൊന്ന് എഴുതി നോക്കി ഇതെന്തിനാണെന്ന് നോക്കി പോയാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചൊക്കെ തരുന്നതിൽ കാര്യമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2 days ഞാൻ തരികയാണ്. നിങ്ങളിത് ഫുള്ള് എന്നോട് പോയി നോക്കണം. ദെൻ ഫ്രൈഡേ നമുക്ക് അടുത്ത ലെക്ചറിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.